I am Kalpana Raghavendar. കേരള പ്രേക്ഷകർക്ക് എന്നെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5യുടെ വിന്നറായിട്ട് എന്ന് നല്ലോണം അറിയാം നിങ്ങൾക്ക്. അതർവൈസ് ഐ എം 45 years old and I am working in this film music industry right from the age of 5. So almost 40 years I am working in this industry in Tamil, Telugu languages and Malayalam എനിക്ക് എൻട്രി കിട്ടിയത് എന്ന് ചോദിച്ചാൽ it is in the year 2010 through Idea Star Singer. First thing, the wrong rumor that is getting spread endanu choichalu that I attempted to commit suicide. Let me finish one by one. It was not a suicide. I'll explain. As I told you, എനിക്ക് 45 വയസ്സാകുന്നുണ്ട്. You know, in today's generation, 45 years, 40 and above വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് മെനോപാസ്ഡ് ഒരു തുടക്കം വരും. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉടമ്പലിയും ശരി മനസ്സിലെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുമാത്രമല്ലാത്ത ഐ വാസ് സഫറിങ് ഫ്രം ബ്രോങ്കൈറ്റിസ് വിച്ച് ഐ മൈസെൽഫ് ഡിഡ് നോട്ട് നോ റൈറ്റ് ഫ്രം ജനുവരി. The symptoms I got from January till the date I was hospitalized in this incident, I had severe cough and I had infection, throat infection, severe cough. കോഫിന് വന്നു കഴിഞ്ഞാൽ, ചുമന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പാടകർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ലങ്സിലെയും ത്രോട്ടിലെയും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ and amidst of this, the last 5 years of my life, I was totally busy in my work and I was proceeding my LLB studies and I'm in my final year and I am doing my PhD in music. ഇതൊക്കെ ഞാൻ ഈ ഏജിലെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. January I started having more infection in my throat and I had a viral fever which led me to prolonged cough. Even till today my cough has not completely rested. It's still I'm still facing the issues because of that. So നോർമലായിട്ട് ഒരു പെണ്ണുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന നോർമലായിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക് ഉണ്ടായത്. ഈ സ്ട്രെസ്സിലെയാണ് ഞാൻ പഠിച്ചത്, പിന്നെ പാട്ട് കച്ചേരികളൊക്കെ പോയത് ആൻഡ് ഓൾസോ വിത്ത് മൈ ഫിസിക്കൽ കണ്ടീഷൻ ഐ വാസ് ടോട്ടലി ഡൗൺ. സോ ഐ വാസ് ഓൾറെഡി ഹാവിങ് ഇൻസോംനിയ ഇഷ്യൂസ്. എനിക്ക് അത്ര എളുപ്പമായിട്ട് ഉറക്കം വരില്ല. ആൻഡ് വൺ മോർ പ്രോബ്ലം ദാറ്റ് ഐ വാസ് മെഡിക്കലി ഫേസിങ് ദ ഇഷ്യൂ ഇസ്, ചിലപ്പം ഉറക്കം വന്നു കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് സെറ്റിൽഡ്. താങ്ക് യു. ഉറക്കം ചിലപ്പം വന്നു കഴിഞ്ഞാൽ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് നമ്മൾ പറയും, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാലും എനിക്ക് ഉറക്കം പെട്ടെന്ന് ഡിസ്റ്റർബ് ആവും. അത്ര സെൻസിറ്റീവ് ആണ്. അത്രയ്ക്ക് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു സ്പേസ്, ഉറങ്ങുന്ന ഒരു രീതി ആർക്കും അത്രയ്ക്ക് ഉണ്ടാവില്ല. സോ ദീസ് വെർ ദ ഇഷ്യൂസ് ദാറ്റ് ഐ വാസ് ഫേസിങ്. ഫോർ ദി ഇൻസോംനിയ ഐ വാസ് അണ്ടർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. And insomnia is not a very great big disease. അതുപോലെ അതുമില്ല, lot of people have got. ഇത് പ്രത്യേകമായിട്ട് സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ ആക്ടേഴ്സ്, സിംഗേഴ്സ്, അങ്ങനെയൊന്നുമില്ല. നോർമൽ പേഴ്സൺ. ഐ ഹോപ്പ് ഇപ്പൊ ഇത്ര നിങ്ങളുണ്ടല്ലോ, നിങ്ങളിൽ ആർക്കെങ്കിലും കൂടെ ഈ പ്രശ്നം ഉണ്ടാവാം. ശരിയായിട്ട് ഉറക്കം വരുന്നില്ല, ശരിയായിട്ട് കഴിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ലൈഫ് സ്റ്റൈലിന്റെ ഒരു രീതി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകുന്ന രീതി. ഇതാണ് ശരിക്കും എൻ്റെ ഇഷ്യൂ. അതിനുവേണ്ടി ഐ വാസ് അണ്ടർ മെഡിക്കേഷൻ ആൻഡ് ഐ വാസ് അഡ്വൈസ്ഡ് സ്ലീപ്പിംഗ് പിൽസ്. ബട്ട് സ്ലീപ്പിംഗ് പിൽസ് ഐ ഹാവ് ബീൻ ടേക്കിംഗ് ഫോർ സോ മെനി ഇയേഴ്സ്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ദ സ്ലീപ്പിംഗ് പിൽ ഇസ്, യു സ്റ്റാർട്ട് വിത്ത് വൺ, ഇറ്റ് വിൽ നോട്ട് ലീവ് യു വിത്ത് വൺ. You get addicted, your body gets immune to that one dosage, goes on multiplies, it can multiply till anything. So അന്ന് ദിവസം പർട്ടിക്കുലർ March 4th I happened to take overdosage of the medicine. Overdosage when I say, എന്നോட ശരീരத்துக்கு
പറ്റാത്ത ഒരു രീതിയിലാണ് ഞാൻ ആ മെഡിസിൻ കഴിച്ചത്. ബിക്കോസ് ഐ കുഡന്റ് സ്ലീപ്പ്, ബിക്കോസ് ഐ ഹാഡ് സോ മെനി വർക്ക് സ്ട്രെസ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. ഐ വാസ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രോ. ഞാൻ ജനിച്ചു വളർന്നത് ചെന്നൈയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മലയാള ഇൻഡസ്ട്രി ആയിരിക്കും, തെലുഗു ആയിരിക്കും, തമിഴായിരിക്കും. All these 3 languages have been working. So I had a lot of shows happening abroad in India, in Tamil Nadu, in Kerala, or in Telangana, Andhra Pradesh, etc. So this is the medical background. So because of the tablet overdose, I was talking to my husband, and when I was talking on the video call to my husband, I fell unconscious. So that is where this episode happened. I'll explain the other thing. Regarding the date and time occurrence, there is a lot of confusion and lot of twists happening media lo. March 4th morning from Kochi to Hyderabad, I took the 11:35 flight, and still I think I can even retrieve the boarding pass to show it as an evidence. I traveled to Hyderabad, and immediately annu afternoon aanu idu sambhavichadu. So there is a rumor and there is an unnecessary news spreading that 2-3 ദിവസമായിട്ട് വീട്ടിൽ ആരും ഉണ്ടായില്ല, കഥവ് എല്ലാവരും തട്ടുനാങ്ക, റെസ്പോണ്ട് ചെയ്തില്ല. സർ, ഇഫ് സംബഡി ഹാസ് ടേക്കൺ ഓവർഡോസേജ് ഓഫ് പിൽസ്, പ്ലീസ് ഒരു പ്രാവശ്യം നിങ്ങൾ ലോജിക്കലായിട്ട് ഒരു കാര്യം ആലോചിക്കണം. 3 days ആയിട്ട് ഒരുത്തർ കിടന്നിട്ടുണ്ട്, ജീവിച്ച് തിരിച്ചു വരുമോ? വരാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. 3 days ആയിട്ട് ഒരുത്തർ റെസ്പോണ്ട് ചെയ്യാത്തേക്ക് അൺകോൺഷ്യസ് ആയിട്ട് കിടന്നാൽ, ഡോണ്ട് യു തിങ്ക് ദറ്റ് ദ കണ്ടീഷൻ വുഡ് ബി ഡെഡ്ലി സീരിയസ്? So this is another rumor that is being spread. So I wanted to give clarity on this. So 4th evening, I don't know, like almost like 3-4 o'clock in the agathana, I think I must have been hospitalized. And that evening itself, because the moment in the Bharta adu kandu kazhinjappadane immediately he has booked the flight ticket to Hyderabad, and from the time from Chennai, from the place where he was, avada irundhu pulli എയർപോർട്ടിലേക്ക് വന്ന് ഫ്ലൈറ്റ് എടുത്ത് ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡായി അവിടെ ഇരുന്ന് പുള്ളി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ സമയത്തിന്റെ അകത്താണ് പുള്ളിക്ക് കിട്ടിയ ടെലിഫോൺ ഒരു ഫെസിലിറ്റിയിൽ, ബിക്കോസ് ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ് യു ഹാവ് ടു സ്വിച്ച് ഓഫ് യുവർ ഫോൺ, വി ഓൾ നോ ദാറ്റ്. ആ സന്ദർഭത്തിലാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി ഒരുപാട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം പുള്ളി വിളിച്ചത് മെഡിക്കൽ ടീമിനെയാണ്. വി ഹാവ് എ മലയാളി ഫ്രണ്ട് ഇൻ എ വെരി ബിഗ് ഹോസ്പിറ്റൽ. So he called that particular doctor. He's a Malayali there, and he arranged for the ambulance first. And immediately he has given the information to the local police station where I was residing, which is KPHP police station, Kukatpalli ennu parayum avaru. Then came the ambulance and the police, and I don't know how the media entered into that picture. Ingine oru apagadam നടക്കുന്ന സമയത്തിൽ ആരെങ്കിലും മീഡിയനെ വിളിക്കൂ? ആദ്യം ഞങ്ങൾ ആരും വിളിച്ചില്ല, പക്ഷേ മീഡിയ അതിൻ്റെ അകത്ത് വന്നു. ഫൈൻ, ദിസ് ഇസ് ദെൻ ഹൗസ് ലോക്ക്ഡ് ഫോർ 3 days. അത് ഞാൻ തെളിവായിട്ട് ഞാൻ പറഞ്ഞു. അന്ന് ഈവനിങ് I was admitted, and the next day morning, 4th evening I was admitted. Now 5th morning around 8 o'clock I think I came back to consciousness. I was under ventilator. My condition was little serious, but thank God I got saved. Further innu delay ആയി കഴിഞ്ഞിരുന്നാൽ ചിലപ്പം മേ ബി ഇന്നു സീരിയസ് ആയിട്ട് ആവാൻ സാധ്യത ഉണ്ട്, but I was saved then. And there is another rumor regarding the number of pills taken. ഒരു ചാനലിൽ 18, ഒരു ചാനലിൽ 32, ഒരു ചാനലിൽ 40. ആരെങ്കിലും 32-40 എടുത്തിട്ട് അടുത്ത ദിവസം കോൺഷ്യസ് തിരിച്ചു വരുമോ? ഇങ്ങനെ നിങ്ങളുടെ മുമ്പ് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺ ദ ഡേ ഓഫ് 6th March, I think 6th March morning, I released a video, a selfie video, where I declared very clearly that please do not believe in any rumors. ഞാൻ വളരെ ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഐ എം റിക്കവറിങ്. പ്ലീസ് ഡോണ്ട് ടോക്ക് എനിത്തിങ് wrong about my husband or my family or my children, please എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ അയച്ചു. അതിൻ്റെ ശേഷം ഇന്നും കുറേ ഈ ന്യൂസുകളും ട്വിസ്റ്റുകളും ഇഷ്യൂസും കുറേ കൂടിയിട്ടുണ്ട്, പക്ഷെ കുറഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, നമ്പർ ഓഫ് പിൽസ് എടുത്തത് ഞാനാണ്. എനിക്കല്ലേ കറക്റ്റായിട്ട് പറയാൻ പറ്റും?
എനിക്കല്ലേ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും. നോട്ട് ദ ഡോക്ടേഴ്സ് ആർ എനിബഡി എൽസ്, റൈറ്റ്? ഇഫ് നിങ്ങൾ പറയുന്ന പോലെ 18, 22, 32, 40 എക്സെട്ര എടുത്തു കഴിഞ്ഞാൽ how will the health condition be? Do you think I can sit now and I can talk? 2 days I got discharged from the hospital and I traveled to Kochi, and from Telangana first, before I left Telangana or Hyderabad, I went and approached the Women's Commission head of Telangana state, Nerela Sharada madam. I registered the complaint there. Complaint ennu choichalu requesting her to remove all these obscene videos from the YouTubes. That one. And then immediately that night I went to Chennai. Yesterday I met the Commissioner of Women for Tamil Nadu, Kumari madam. I informed the same and I registered I gave the petition, and then today I'm here and I'm going to give the petition also to the Kerala Women's Commission. Next. And the main controversy is കൽപ്പനയ്ക്കും കൽപ്പനയുടെ ഭർത്താവക്കും ഒരുപാട് പ്രശ്നങ്ങൾ. ഭർത്താവാണ് ഈ സൂസൈഡ് അറ്റംപ്റ്റിലേക്ക് കൽപ്പന പോകുന്നതിക്ക് മെയിൻ റീസൺ എന്നാണ് പറഞ്ഞ് റൂമേഴ്സ് വന്നത്. സത്യത്തിൽ പറയണമെങ്കിൽ ഒരു കുഴപ്പം ഞങ്ങൾ തമ്മിലില്ല. എന്നെ രക്ഷിച്ചതും എന്നെ കാപ്പാത്തി ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ ജീവിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ റീസൺ എൻ്റെ ഭർത്താവാണ്. ഞാൻ ഈ ഒരു എന്നെപ്പറ്റി എല്ലാവരും സംസാരിച്ചപ്പോഴും എനിക്ക് വലിയതായിട്ട് എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് 1000 മടങ്ങ് വിഷമം തോന്നിയ ഒരു വിഷയം എൻ്റെ ഭർത്താവ് പറ്റിയും പിന്നെ എൻ്റെ മകളെ പറ്റിയും സംസാരിച്ചതാണ്. I'll come to that slowly. There is absolutely no issues between me and my husband. And I think I have to take this opportunity not to over-exaggerate about my husband, but I have to say, ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലത് നടന്ന് എന്ന് പറയണമെങ്കിൽ, as I told in other channels also, I lost my father. I lost my most beloved gurus. ഇവരെല്ലാവരും എൻ്റെ ജീവിതത്തിൽ തിരിച്ച് എനിക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ദൈവാനുഗ്രഹവും ഗുരുമാർಗಳ അനുഗ്രഹവും അമ്മ അച്ഛന്റെ ഒരു അനുഗ്രഹവും എല്ലാവരും ഒന്ന് കൂടി ഒറ്റ മനുഷ്യന്റെ രൂപത്തിൽ ഒരു പെണ്ണുക്ക് കിട്ടുമെങ്കിൽ ഇങ്ങനെ പോലെ ഭർത്താവ് രൂപത്തിലാണ് എനിക്ക് കിട്ടിയത് സാർ. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വളരെ 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 ലക്കിയാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോ അബൌട്ട് മൈ പേഴ്സണൽ ഇഷ്യൂസ്. I faced lot of challenges even when I was in the course of doing Idea Star Singer also. I faced a lot of challenges and I don't want to discuss all about those because I will not blame anybody. എനിക്ക് വേണ്ടി ഒത്തിരി മലയാളികൾ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര തെറ്റായിട്ടും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേ സമയത്തിൽ കുറേ മലയാളികളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ കുട്ടി തന്നെ വിജയിക്കണം, ഈ കുട്ടിക്ക് ഇത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് മലയാളികൾ പ്രേക്ഷകർ എനിക്കുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് പർട്ടിക്കുലറായിട്ട് ആരെയും തെറ്റ് പർട്ടിക്കുലറായിട്ട് നല്ലത് ഒന്നും പറയണം ഒന്നുമില്ല. സോ ദിസ് ഈസ് വൺ തിങ്. ആൻഡ് ദർ ഇസ് എ കോൺട്രവേഴ്സി റിഗാർഡിംഗ് മൈ ഡോട്ടർ. വെൻ ഐ വാസ് ഇൻ ദി ICU, വാട്ട് മോർ ക്യാൻ എ ഡോട്ടർ ഡു ദാൻ ദിസ്? നിങ്ങളെ പറയൂ, ഒരു മകളായിട്ട് അമ്മ പെറ്റ തള്ള ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്തിൽ മീഡിയ മൊത്തം ചുറ്റി അവരവർ ഇത് ചെയ്യുന്നത് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഡോക്ടേഴ്സോട് പെർമിഷൻ എടുത്തിട്ട് എൻ്റെ മോളാണ് ആദ്യം വന്ന് ക്ലിയർ ആയിട്ട് വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് തെളിവായിട്ട് എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇൻസോംനിയ ഇഷ്യൂസ് കൊണ്ട് മെഡിക്കേഷനിലെയാണ്, അത് ഓവർ ഡോസേജ് ആയി അമ്മ ഇങ്ങനത്തെ പോലെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ പോയി. ബട്ട് ഷീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. ദയവായിട്ട് വിഷയങ്ങളെ ദയവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യരുതെന്ന് കൈകൂപ്പിയാണ് എൻ്റെ മകള് മീഡിയയോട് പ്രസിന്റെ മുമ്പ് സംസാരിച്ചു. സോ മോളോട് പ്രശ്നം, മോളോട് ഏതോ ഇഷ്യൂ, അതുകൊണ്ടാണ് കൽപ്പന സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് അത് ഒരു റൂമർ. ഒരു കുഴപ്പമില്ല സാർ. You're actually looking at this Kalpana who is so blessed to get such a good family life.
ഇതൊക്കെ എത്രയോ സ്ത്രീകൾ ഒരുപാട് കഷ്ടത്തിലുണ്ട് നമ്മുടെ നാട്ടിൽ. ഓൾ ഓവർ ദ വേൾഡ് യു ക്യാൻ സീ ലോട്ട് ഓഫ് ഡിവോഴ്സസ്, ലോട്ട് ഓഫ് ഇഷ്യൂസ് ഹാപ്പനിങ്. എല്ലാവർക്കും ഒരു നല്ല ജീവിതം എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്നില്ല. അങ്ങനെ ശരിക്കും പറയണമെങ്കിൽ ഭയങ്കര ഒരു ഭാഗ്യവതിയാണ് ഞാൻ. എന്നെ പോലെ ഒരു ഭാഗ്യവതി എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നു വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോലെ ഒരു ഭർത്താവ്, ഇങ്ങനെ ഒരു നല്ല പിള്ളകൾ, ഇങ്ങനെ ഒരു ഫാമിലി കിട്ടുന്നത്. അതുവേണ്ടി അത്ര ഒരു ഭാഗ്യത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെപ്പറ്റി everybody screwed up talking so bad about my husband and my daughter and my family. They both only immediately arrived. വേറെ ആരും വന്നില്ല. സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരാണ് വന്ന്. പിന്നെ എനിക്ക് കോൺഷ്യസ് വന്നതിന് ശേഷം only my husband and my daughter were together with me, and till I got discharged they were with me, and my daughter was writing her board exams and she stayed in the hospital. The next day she took a flight and again went and she wrote the board exam. അതിനു വേണ്ടി പിള്ളേനെ ഞങ്ങൾ പറഞ്ഞയച്ചു. നെക്സ്റ്റ്, കമ്മിങ് ടു ദ മെയിൻ പോയിന്റ് സർ. മലയാളം മീഡിയയിൽ എന്നെ എല്ലാവർക്കും അറിയാം. 2010 മുതൽ കൊണ്ട് കൽപ്പന രാഘവേന്ദർ is a known person. I might not be a big celebrity or great status, but every media person, every film industry person, they know me as a Idea Star singer winner. Season 5 winner. Srikandan Nair sir knows me so well. ആ സമയത്തിൽ Srikandan Nair sir was an Asianet. Am I right? Next is Flowers channel ഇരുന്ന ഉണ്ണി സാറാണ്. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഇരുന്നപ്പോൾ ഫസ്റ്റ് 5 സ്റ്റേജസ് കഴിയുന്നവരെ ഉണ്ണി സാർ വാസ് ദർ. ഹി വാസ് അവർ പ്രോഗ്രാം ഡയറക്ടർ, സ്റ്റാർ സിംഗറുടെ ഡയറക്ടർ ആയിരുന്നു. ദെൻ ഓൺലി ഉണ്ണി സാർ മൂവ്ഡ് ടു ഫ്ലവേഴ്സ് ചാനൽ. സോ they know me. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന് വേണ്ടി കുറച്ചൊരു 2 years മുമ്പ് എന്നെ അവർ വിളിച്ചു. വൺ ഓഫ് ദി ജഡ്ജസ് ആയിട്ട് പാനലിൽ ഇരിക്കാൻ പറ്റുമെന്ന് എന്നെ അവർ വിളിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ ടു മൈ അതർ ഡേറ്റ് ഫാക്ടേഴ്സ് ദർ വാസ് ലോട്ട് ഓഫ് ക്ലാഷസ് ഇൻ ദ ഷൂട്ട് ബിക്കോസ് ഐ വാസ് പാരലലി വർക്കിംഗ് ഇൻ തമിഴ് സൂപ്പർ സിംഗർ ഓൾസോ. അതുകൊണ്ട് എനിക്ക് ടോപ്പ് സിംഗർക്ക് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ദേ നോ മീ as a singer. Entire Asianet people know me. After winning Star Singer, I have participated in so many events which Asianets have done, and particularly ഏത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ ഞാൻ കണ്ടസ്റ്റന്റ് ആയി പോയി അവിടെ ഞാൻ വിൻ ചെയ്ത ആ സെയിം കോമ്പറ്റീഷനിൽ സീസൺ 6 ആണോ 7 ആണോ തോന്നുന്നു. I think Shreya Ghoshal madam has come for the finals. She was the chief guest for the finals. Shreya Ghoshal madam varunna mumbu semi-finals la I was one of the judges. I was sitting in that honorable seat. I had the opportunity, the blessing to sit along with my judges, along with Stephen Devasi brother, Sharat sir and Venu sir and the wonderful singer Manjari. ഇവരെല്ലാവരും ഞാൻ കണ്ടസ്റ്റന്റ് ആയിരുന്നപ്പോൾ എനിക്ക് വൺ ഓഫ് ദി ജഡ്ജസ് ആയിട്ട് ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ശരത് സർ വാസ് ഇൻ ദ പെർമനന്റ് പാനൽ, സ്റ്റീഫൻ ദേവസി സർ വന്നിട്ടുണ്ട്, മഞ്ജരി വന്നിട്ടുണ്ട്, വേണു സർ വന്നിട്ടുണ്ട്. ഇങ്ങനെ അത്ര ഒരു അഭിമാനിക്കുന്ന ഒരു ഷോയില് I went as the chief guest and I sang Harimurali Ravam also, which was later it became viral also. So I was not completely out of the media or completely out of access to anybody else. All these people know me. ഇവർ ആരും ഒരു മീഡിയയിലിരുന്നും ഒരു ചാനലിലിരുന്നും നിങ്ങൾ ആരും എന്നെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. എന്തിനു വിളിച്ചില്ല എന്നെ? കൽപ്പന ഇങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് ഞങ്ങൾക്ക് ന്യൂസ് വന്നു. അത് സത്യമാണോ? അത് നിജമാ? ഇല്ല അത് നുണയാണോ? അല്ല റൂമറാണോ? എന്തിനാ ഒരു വാക്ക് കൂടെ മീഡിയ ഞങ്ങളോട് ചോദിച്ചില്ല? മൈ മൊബൈൽ and my husband's mobile, everything was switched on, and even my manager's mobile was also switched on. None of the media person called us. This is how things have been going. I'll come. And not only that, apart from the channel people like Chitramma, or even as I said, Stephen Devasi sir, or Sharat sir, or lot of other singers, celebrities, Vidhu Pratap, കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരുടെ കയ്യിലും എൻ്റെ നമ്പർ ഉണ്ട്. അവർക്കും പോലും ഒരു കോളും ആരും ചെയ്തില്ല മീഡിയയിലിருந்து. ഇങ്ങനെ കൽപ്പനയുടെ നമ്പർ ഉണ്ടോ, ഇങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾ കേട്ടു, അത് സത്യമാണോ, ഓക്കെ ആണോ,
ഇസ് ഷീ ട്രൂലി അണ്ടർഗോയിങ് ഓൾ ദീസ് തിങ്സ് എന്ന് ഒറ്റ വാക്ക് ആരും ചോദിച്ചിട്ടില്ല. വൈ ഐ എം ഹിയർ ടുഡേ ഇസ് മീഡിയ ആൾക്കാർ എന്നോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഇതാണ് സത്യം ശരിക്കും സംഭവിച്ചത് എന്ന് അറിയാൻ ഒരു ശ്രമയും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇതാണ് സത്യത്തിൽ നടന്നത്, യഥാർത്ഥമായിട്ട് നടന്നത് ഇതാണ്. വൈ മീഡിയ ഇപ്പം നിങ്ങളെല്ലാവരും ഈ ന്യൂസിനെ ഒരു ക്ഷണത്തിൽ എല്ലാ ചാനലിലും 24/7 കൽപ്പന ഹസ്ബൻഡോടെ ഇഷ്യൂസ്, കൽപ്പന ആത്മഹത്യ ചെയ്തു, കൽപ്പന ഫാമിലി പ്രോബ്ലംസ്, അത് ഇതിന് ഒരുപാട് നിങ്ങളെല്ലാവരും you won't have any idea how much damage you all have caused me, sir. ഈ പെയിനും ഈ ഒരു വിഷമവും നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. എന്തിനിങ്ങനെ ഒരു തെറ്റായ ഒരു ന്യൂസ്? നിങ്ങൾ ആക്ച്വലി പറയണമെങ്കിൽ മീഡിയ പീപ്പിൾ ആർ ഓൾമോസ്റ്റ് ഡൂയിങ് ദ ജോബ് ഓഫ് എ പോലീസ് ഇൻവെസ്റ്റിഗേഷൻക്ക് ഈക്വലാ നിങ്ങൾ ഒരു ജോബ് ചെയ്യുന്നുണ്ട്. Just because you had a camera, just because you had a broadcasting or a telecasting medium, how can you spread something which is not true? Or you people did not take an effort at least to confirm whether this has happened or not. ഇതാണ് ഏറ്റവും വിഷമം എനിക്ക് തന്നത്. ഇതിന്റെ എന്താ പറയാ, you all know me, right? Why nobody called me? Srikandan Nair sir knows me. When he was telecasting that news, anybody for that matter, any channel, sir, when you are telecasting a news, and particularly my humble request, sir, when you are dealing with women, idalla sir nammada culture adalla. This is not the way to deal with women. Entire media in both the states, all the 3 states, you have just borrowed the news from some other state, and you have just blindly you have telecasted without confirming anything. You have just spoiled my name or my reputation. Unnecessarily you people have spoken about my husband, my children. Why? ഞാൻ എന്താ തെറ്റ് ചെയ്തത്? ഒരുപാട് പ്രശ്നങ്ങൾ, ഒവ്വൊരു സ്ത്രീകളും ഒരുപാട് പ്രശ്നങ്ങൾ, ലെറ്റ് ഇറ്റ് ബി എ സെലിബ്രിറ്റി ഓർ എ നോർമൽ വർക്കിംഗ് വുമൻ, they are all struggling in their life, having great hardships and time, and they are coming up in their lives. അങ്ങനെയാണ് 38-40 വർഷം ആണ് എൻ്റെ ഒരു ജേർണി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ. ആസ് എ സിംഗർ, ആസ് ഈവൻ എ കണ്ടസ്റ്റന്റ്, ഐ ഹാവ് ടേക്കൺ ഓൾ ഫോംസ്: singer, actress, dubbing artist, and I'm a producer now, and I'm going to become an advocate in future. I've completed my 5th semester, yet 1 semester to go, and I'm planning to do my post-graduation in law. And I have finished my B.Ed, and I also do the job of special educator, teaching deaf students. I'm an independent working woman. I'm a wife. എത്ര വലിയ ഓസ്കർ അവാർഡ് കിട്ടിയ ഒരു സ്ത്രീ ആയാലും തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ ഒരു നോർമൽ സ്ത്രീ തന്നെ. തന്റെ ഭർത്താവ്ക്ക് അവള് ഭാര്യ, തന്റെ അമ്മയ്ക്ക് അച്ഛനുക്കും അവള് മോളാണ്, തന്റെ പിള്ളേർക്ക് അമ്മയാണ്, തന്റെ മാമിയാർക്ക് അവള് മരുമകളാണ്. ആ വീട്ടിലെ ഒരു നോർമൽ സ്ത്രീയാണ്, ഈ നാട്ടിന്റെ ഒരു പ്രജയാണ്. നിങ്ങളോട് ഞാൻ ഉரிமையா അതായത് എന്നെ சொல்றதுனா ഉரிமையோட I am asking you with all my rights. I am not here to scold the media. I am not here to fight with you people. ഞാൻ തമിഴ്നാട്ട് പെണ്ണായിട്ട് തമിഴ്നാട് എൻ്റെ ജനിച്ച വീട്, എൻ്റെ ഒരു പിറന്ന വീട്. കേരളം എൻ്റെ പുകുന്ന വീട്. എൻ്റെ ഭർത്താവ് കേരളം. നിങ്ങളുടെ മരുമകളാണ് ഞാനിപ്പോൾ. നിങ്ങൾ എന്തിനാ ഇത്ര ഒരു പെട്ടെന്ന് ഒരു തെറ്റായ ഒരു ന്യൂസ്? അതെന്താ സാർ? ഇപ്പോൾ കുറച്ച് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഉള്ള ട്രെൻഡിൽ യൂട്യൂബിൽ നിങ്ങൾ കണ്ടാലും എവിടെ കണ്ടാലും പീപ്പിൾ ആർ ഓൺലി റെഡി ടു ലിസൺ ടു ഓൺലി നെഗറ്റീവ് തിങ്സ് അബൌട്ട് അതർ പീപ്പിൾ. ഇപ്പം ഞാൻ ആരോട് ഇപ്പം പ്രസ് മീറ്റിനെ വിളിച്ച് ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ ഭർത്താവോട് സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഒരു ഭർത്താവ് പോലെ ജീവിതത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു ഭർത്താവ് കിട്ടിയാൽ എത്ര സ്ത്രീകളുടെ ലൈഫ് നന്നാവും എന്നാണ് എൻ്റെ ഒരു സിൻസിയർ പ്രാർത്ഥന. എൻ്റെ മക്കൾക്കും ഇതുപോലെ തന്നെ നല്ല ഒരു ഭർത്താവ് കിട്ടണം എൻ്റെ ദൈവമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ അച്ചായി പോലെ നാളേക്ക് എനിക്കൊരു നല്ല ഭർത്താവ് കിട്ടുമോ അമ്മേ? എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസമില്ല. എൻ്റെ അച്ഛനെ പോലെ ആരും വരില്ല. അങ്ങനെ ഒരു നല്ല പേരെടുത്ത ഒരു നല്ല മനുഷ്യനാണ്,
ഒരു നല്ല കുടുംബസ്ഥനാണ് എൻ്റെ ഭർത്താവ്. ഇത് പറയുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സാർ. അങ്ങനത്തെ പോലെ ഒരു മനുഷ്യന്റെ മീത് ഒരു സ്ത്രീന്റെ ഒരു സൂസൈഡ്ക്ക് ദ ഹസ്ബൻഡ് ഇസ് ദ റീസൺ, ദർ ഇസ് ബിഗ് ഫൈറ്റ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത് നിങ്ങൾ കണ്ടോ? എൻ്റെ ഫസ്റ്റ് മാരേജിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ? എൻ്റെ ഡിവോഴ്സ് അപ്പം നിങ്ങൾ ഉണ്ടായിരുന്നോ? പിള്ളകൾ ജനിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? അറിയാത്ത എങ്ങനെ സാർ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റായ ന്യൂസ് എന്തിനാ നിങ്ങൾ ഇത് ചെയ്യും? ജസ്റ്റ് ഇസ് ഇറ്റ് ദ റീസൺ ജസ്റ്റ് വി ആർ സെലിബ്രിറ്റീസ്? വി ആർ സപ്പോസ് ടു ബി സെലിബ്രേറ്റഡ് ബൈ യു ഓൾ. മീഡിയ ഒന്നുമില്ല, ജനങ്ങളുടെ ഞങ്ങളെ പോലെ ഉള്ളവരുടെ നാവാണ് നിങ്ങൾ. ജനങ്ങൾക്കും ഞങ്ങൾക്കും മധ്യയിലിരിക്ക ഒരു ഭയങ്കര ഒരു പെരിയ ഒരു വലിയ ബ്രിഡ്ജാണ് നിങ്ങൾ. യു പീപ്പിൾ ഹാവ് ടു ഹെൽപ്പ് അസ്. നിങ്ങൾ എന്നെ കൈവിട്ടു സത്യത്തിൽ പറയണമെങ്കിൽ. നോട്ട് ആസ് സെലിബ്രിറ്റി സിംഗർ കൽപ്പന, ആസ് എ വുമൻ. വെൻ യു ആർ ഗെറ്റിംഗ് എ ന്യൂസ്, ഡോണ്ട് യു തിങ്ക് യു ഹാവ് ടു ക്രോസ് ചെക്ക് ദി ഇൻഫർമേഷൻ? അപ്പോൾ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിൽ then why there are ഇത്തന ചാനൽസ്? then what is the need of channels? just for the likes, just for the subscribers? ഞാൻ ഇപ്പൊ സൗഖ്യമായിരിക്കുക എന്ന് പറയുന്നത് എത്ര പേര് വിശ്വസിക്കും? പക്ഷെ നിങ്ങൾ പറഞ്ഞ തെറ്റായ കാര്യം തന്നെ ഒരുപാട് മക്കൾ വിശ്വസിക്കുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ടു ഹാൻഡിൽ എന്നാണ് என்னுடைய ഒരു താഴ്മயான എൻ്റെ ഒരു വിഷമത്തെ എനിക്ക് പുറത്ത് നിങ്ങളോട് പറയണോ എന്നാണ് വിളിച്ചത്. If this is going to be the system, sir, I'm telling you, people will not be ready to believe the media. Media എന്ന് പറഞ്ഞ ഭയങ്കര ഒരു വെപ്പനാണ്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. 38 வருஷமா நான் பாடிக்கிட்டு இருந்து என்னுடைய புகழவிட இந்த 3 ദിവസം നിങ്ങൾ എല്ലാവരും ന്യൂസിലെയും ചാനലിലെയും യൂട്യൂബിലെയും കാണിച്ചത് കൊണ്ട് 3 ദിവസത്തിൽ ഭയങ്കര പോപ്പുലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇൻ ദ നെഗറ്റീവ് സെൻസ്. ഇത് ഭയങ്കര വിഷമമാണ് സാർ. ഇതാണ് എൻ്റെ ഐ തിങ്ക് ഐ ഹാവ് കംപ്ലീറ്റ്ലി അഡ്രസ്ഡ് ടു ദി എൻറ്റയർ തിങ്സ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ആസ്ക് മീ. ഐ എം റെഡി ടു ക്ലാരിഫൈ ഇറ്റ്. മാം, ദ ന്യൂസ് ചാനൽ കേരളത്തില് see, I have to say one more thing. എൻ്റെ ഭർത്താവ് he always feels proud to be born as a Malayali. And കേരള മക്കൾ മേലെ എനിക്ക് ഒരുപാട് ഒരു അഭിമാനമുണ്ട്. because one thing is the 100% literate state is our Kerala. Am I right? One thing. But whether only in mind or in heart, that is now it has become debatable. And നിങ്ങൾ തന്നെ റീസൺ എന്ന് നിങ്ങളെ പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയോ ഐ ഡിഡ്ന്റ് കം ഹിയർ. പക്ഷേ നിങ്ങൾ വിചാരിച്ചിരുന്നാൽ ഒഴിവാക്കാൻ പറ്റിയിരിക്കും. യു കുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് സ്റ്റോപ്ഡ് ഇറ്റ്. യു കുഡ് ഹാവ്, ബിക്കോസ് യു ഹാവ് ദ പവർ ആസ് എ സെലിബ്രിറ്റി. നാളെ നിങ്ങളില്ലെങ്കിൽ ഹൗ ക്യാൻ വി റീച്ച് ദ പബ്ലിക്? ടെൽ മീ. So don't say, please, you cannot say that you are not responsible. Definitely you are responsible. You have the power. You could have stopped something. You could have stopped the damage at least. ഇതെന്താ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് എൻ്റെ ഭർത്താവിടെ ഒരു സപ്പോർട്ടുണ്ട്, ധൈര്യമുണ്ട്. എടാ നീ പോയി സംസാരിക്കടാ, കുഴപ്പമില്ല. എൻ്റെ പിള്ളേർ പറയുന്നുണ്ട്, അമ്മ ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ ഒരിക്കലും കരഞ്ഞില്ല. വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ കരഞ്ഞില്ല. എൻ്റെ കണ്ണിലിരുന്ന് കണ്ണീർ വന്നിട്ട് എൻ്റെ പിള്ളേർ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ പിള്ളേർ അയ്യോ അമ്മ ഇതിനു വേണ്ടി ഭയങ്കര പേടിച്ച്, അമ്മ ഒരുപാട് വിഷമിച്ച്, അമ്മ ഏതെങ്കിലും ഭയങ്കര വീണ്ടും ഏതെങ്കിലും ഡിപ്രഷൻ മോഡിലേക്ക് പോവോ അമ്മ എന്ന് വിചാരിച്ച് എൻ്റെ പിള്ളേർ പേടിച്ചു. അമ്മ നീ പേടിക്കേണ്ട, നീ ധൈര്യമായിട്ട് പോയി സംസാരിച്ചിട്ട് വാ, ഇത് തന്നെ സംഭവിച്ചതെന്ന് ധൈര്യമായിട്ട് നീ പോയി പറഞ്ഞിട്ട് വാ എന്നാണ് എൻ്റെ പിള്ളേരും. ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഒരു ബലം കിട്ടും. ഇല്ലാത്തവർ എന്താ ചെയ്യും സാർ? Assume if somebody has been a single parent who do not have any relatives, friends or anybody to support them, what will happen? Because these are all sensitive issues. Hitting a throne on somebody's family or spreading a wrong news, ഇങ്ങനെ പറയുന്ന ഒരു ടൈമിന്റെ അകത്ത് എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇത് തിരിച്ച് റിപ്പയർ ചെയ്ത് തിരിച്ച് അത് ഇല്ല, ഇതാണ് സത്യം, ഇതാണ് പ്രശ്നം ശരിക്കും നടന്നത് എന്ന് പറഞ്ഞ് അത് തിരിച്ച് കറക്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ
എത്ര ഒരുപാട് ബുദ്ധിമുട്ട് സാർ ഞങ്ങൾക്ക് സ്ത്രീകൾക്കല്ല അത് ഭയങ്കര കഷ്ടമല്ലേ സാർ ഒരു പെണ്ണ് മേലെ okay forget this incident it is very easy to say that a woman she is a characterless woman എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ if that woman has to prove her character do you think it is possible ലൈഫ് ലോങ് പറ്റില്ല സർ നിങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്യില്ല ഒരു വുമനെ ക്യാരക്ടർലെസ് വുമൻ എന്ന് ഒരുത്തർ പറഞ്ഞാൽ മീഡിയയില് പർട്ടിക്കുലർലി മീഡിയയില് പറഞ്ഞാൽ ഒരു സ്ത്രീനെ പറ്റി കുറ്റം അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ ആ സ്ത്രീക്ക് തിരിച്ച് വീണ്ടും ആ നല്ല പേര് സമ്പാദിച്ച് തിരിച്ച് ആ നല്ല പേര് എടുക്കണമെങ്കിൽ இந்த ആയുസ്സിൽ இந்த ജന്മത്തിൽ അത് 100% അത് സാധ്യമല്ല സാർ വളരെ ബുദ്ധിമുട്ട് സാർ ആക്ച്വലി പറയണമെങ്കിൽ സർ പരാതി എന്ന് പറഞ്ഞത് കാട്ടിലും മൈ റിക്വസ്റ്റ് വാസ് അറ്റ്ലീസ്റ്റ് പ്ലീസ് ടേക്ക് ദ വീഡിയോസ് സർ ദ മീഡിയ ഹാസ് കം ഇൻ ടു മൈ ബെഡ്റൂം നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയണം ഒരു മെഡിക്കൽ കണ്ടീഷനിലുള്ള പേഴ്സണ് ഞങ്ങൾ ഇൻഫോം ചെയ്തത് എന്റെ ഭർത്താവ് ഇൻഫോം ചെയ്തത് മെഡിക്കൽ ടീമുക്കും പോലീസിനും തന്നെ ബട്ട് വൈ മീഡിയ ഹാസ് കം ഐ ഡോണ്ട് നോ ഹൂ ഡിഡ് ദാറ്റ് വി ഡോണ്ട് നോ സംബഡി else did that okay they have taken the videos assume they are taking the videos for പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓർ എവിഡൻസ് ഞങ്ങൾ തന്നെ പോയി ഇങ്ങനെ ഡോർ ഉടച്ചു പിന്നെ കൽപ്പനനെ ഞങ്ങൾ തന്നെ റെസ്ക്യൂ ചെയ്തു ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതൊക്കെ ഓക്കെ ഒരു സ്ത്രീ ബെഡ്റൂമിലെ കിടക്കുന്നത് നൈറ്റിയിലെ കിടക്കുന്നത് പിന്നെ ഐസിയുലെ ഉള്ള ഷോട്ട്സ് ബോധം കെറ്റ് വെൻ ഐ വാസ് ഇൻ വെന്റിലേറ്റർ ഐസിയുല് ഉള്ള അകത്തൊന്നും ഇട്ടില്ല ജസ്റ്റ് ഒറ്റ ഒരു തുണിയാണ് എന്റെ മേലുണ്ട് ഒരു 45 years old woman is this the way to show it in the media ഈ വിഷ്വൽസ് തിരിച്ചെടുക്കാൻ പറ്റുമോ തിരിച്ചെടുക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പരാതിയല്ല പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ എന്തിനാ പ്രസ് മീറ്റ് വിളിക്കണം ഇറ്റ് ഈസ് മോർ ദാൻ എനഫ് ഐ ക്യാൻ ഫയൽ എ കേസ് റൈറ്റ് it is not paradi sir it is a request that there should be a control on the social media and the way the news are getting spread about individuals particularly about people who are so called celebrities sir nammada rajyathila let it be Kerala or Tamil Nadu or Telangana is the place where I grew as an artist Tamil Nadu is the place where I was born and Kerala is my pugunda veedu and ee moonu language la na vandittu work pannite iruken women patti particular vara news ellame you would have heard of so many FIRs getting leaked right lot of FIRs adenda sir only sexual abuse la related aya FIR maatra leak avunundu porathu oru murder inde FIR o allengil oru bayangara oru bank related oru robbery issues adinde FIR onnum porathu varunilla സ്ത്രീകൾ ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അവരുടെ ഈ മെയിൻ ആയിട്ട് സെക്ഷുവൽ അബ്യൂസ് ഇരിക്കുന്ന അങ്ങനത്തെ പോലെ സെൻസിറ്റീവ് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയ കേസുകൾ അതിന്റെ FIR മാത്രം എങ്ങനെ ലീക്ക് ആവുന്നുണ്ട് whom should we blame and ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മീഡിയനെ കണ്ടാൽ എല്ലാവരും പേടിച്ചാണ് ഓടുന്നത് മീഡിയാന്റെ മേലെ ഒരുപാട് റെസ്പെക്ട് സത്യത്തിൽ കുറഞ്ഞിട്ടേ വരുത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിക്രീസ്ഡ് പീപ്പിൾ ആർ സ്കേർഡ് ഓഫ് മീഡിയ യു ടെൽ മീ ഹൗ മെനി വുമൻ വിൽ കം ഹിയർ ആൻഡ് സിറ്റ് ആൻഡ് ഓർഗനൈസ് എ പ്രസ് മീറ്റ് ആൻഡ് ബോൾഡ്ലി ടോക്ക് അബൌട്ട് സംതിങ് ഐ ഡോണ്ട് നോ അബൌട്ട് ദ കോൺസിക്വൻസസ് ഹൗ തിങ്സ് ആർ ഗോയിങ് ടു കം ഔട്ട് ഐ ഡോണ്ട് നോ ബട്ട് ധൈര്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചു ഹൗ മെനി പീപ്പിൾ വിൽ ടേക്ക് ദിസ് ഇനിഷ്യേറ്റീവ് lot of celebrities even for men also I'm not talking only for women even for anybody just for the reason they are celebrities you spread all the bad news ആ സെലിബ്രിറ്റീസ് എത്രയോ കാര്യങ്ങൾ എത്രയോ ഭയങ്കര മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര പാട്ടുകാരായിട്ടുണ്ട് ഭയങ്കര ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ മുകളിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ആരും ഹാവ് യു എവർ കോൺസെൻട്രേറ്റഡ് ഓൺ ദ ബയോഗ്രാഫീസ് ആൻഡ് ദ ഗ്രേറ്റ് സ്ട്രഗിൾസ് ദ ഗ്രേറ്റ് ലിറിസിസ്റ്റ് ഹാസ് ടേക്കൺ or actors or directors or music composers people have started forgetting SP Balasubramaniam itself the situation is that bad now but in the hero and the heroine oda ponanga and the heroine ku vandu ivangaloda affair irundhudu this lady was not of a good character what is this sir this is നിങ്ങളാണ് ഇതിന്റെ എന്താ പറയാ ഒരു നല്ല നാളെ ഞാൻ ഒരു നല്ല ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഞാൻ തിരിച്ചു വീണ്ടും അപ്രോച്ച് ചെയ്യും അപ്പോഴും നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നോന്ന് ഞാൻ നോക്കണം രണ്ടുമാണ് ഉള്ളത്
24/7 വന്നിട്ടുണ്ട് ന്യൂസ് അല്ലേ സാർ? എനിക്ക് ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ മീ ലിറ്റിൽ മോർ, എനിക്ക് കുറച്ച്. അല്ലേ സാർ, ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. മൈ പിക്ചർ ഹാസ് ബീൻ ഷോൺ. ശശിയണ്ണ, ഇവിടെ നമ്മുടെ മലയാളികൾ, നമ്മുടെ ഫാമിലി, അമ്മച്ചി അവരൊക്കെ കണ്ട ന്യൂസ് ചെയ്താണ്. ബിക്കോസ് അറ്റ് അവർ ഹോം ദേ ഡോണ്ട് വാച്ച് അതർ ചാനൽസ്. അവരത് ആർക്കും ഒന്നും അറിയത്തില്ല. ന്യൂസിൽ മാതൃഭൂമിയിൽ ഇല്ലല്ല, അത് അണ്ണാ ഏട്ടാ അവിടെ കറക്റ്റായിട്ട് അത് പേരൊന്നും. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ്, 24. ടി വിയിൽ വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ സ്ട്രീം മീഡിയ ആണോ ഓൺലൈൻ മീഡിയ ആണോ? സോ ഐ തിങ്ക് ഐ എം നോട്ട് റോങ്. അല്ല സർ, ഞാൻ പറയുന്ന ഇവിടെ സർ ദ റൂട്ട് സി ആ വിഷ്വൽ എടുത്തത് ഇല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടവരോട് ഞാൻ അതൊക്കെ സംസാരിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിൽ നിങ്ങൾ എടുത്ത ന്യൂസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ കോപ്പി വെർഷൻ ഓഫ് വാട്ട് എവർ ദറ്റ് ഹാസ് കം എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു വിഷമം എന്നാണ് നിങ്ങൾ അത് ശരിയായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. യു മസ്റ്റ് ഹാവ് ഇൻവെസ്റ്റിഗേറ്റഡ് ദറ്റ് എന്നാണ് പറയാൻ വന്നത്. ഇപ്പൊ ഒരു വേള ഇഫ് യു വുഡ് ഹാവ് കോൾഡ് മീ ഫോർ എക്സാമ്പിൾ, സർ വി ആർ ഫ്രം മാതൃഭൂമി, വി ആർ ഫ്രം ഏഷ്യാനെറ്റ്, വി ആർ ഫ്രം 24/7, എന്താണ് സംഭവിച്ചത് കൽപ്പനക്ക്? ശരിക്കും കൽപ്പന സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തോ? കൽപ്പന അവരുടെ ഭർത്താവ്ക്ക് പ്രശ്നമാണോ എന്ന് നിങ്ങൾ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി വുഡ് ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്ലാരിഫൈ തിങ്സ്, അല്ലേ സാർ? എന്തിനാ ആരും ചോദിച്ചില്ല? നിങ്ങൾ എല്ലാവർക്കും ഇപ്പൊ ഇന്ന് ന്യൂസ് അറിയാമല്ലോ, എല്ലാവർക്കും ന്യൂസ് അറിയാം. എന്താ അറിഞ്ഞത്? സത്യം അറിയോ? അല്ല, ഞാൻ ഇവിടെ വന്ന് പറയുന്നവരെ നിങ്ങൾ ആർക്കും എന്താണ് ശരിക്കും സംഭവിച്ചത് ഒന്നും അറിഞ്ഞോടാ. ബട്ട് യു ഹാവ് ഹേർഡ് സംതിങ് ഫ്രം സംവെയർ and you have believed that as the truth and you have again reproduced it. That's what I'm saying. That's a very dangerous thing. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറയാൻ പറ്റും, ഞങ്ങളൊന്നും ന്യൂസ് ക്രിയേറ്റ് ചെയ്തില്ല, തെലങ്കാനയിൽ അവർ പറഞ്ഞതും അല്ല തമിഴ്നാട്ടിൽ അവർ പറഞ്ഞതില്ലേ ഞങ്ങൾ ഇവിടെ ഇട്ടു എന്ന്. ദാറ്റ് ഇസ് വാട്ട് ഐ എം സെയിങ്, ദാറ്റ് ഇസ് റോങ്. ഇപ്പൊ കേരളത്തിൽ എന്താണ് ഇഷ്യൂ അത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. തെലങ്കാനയിലെ വേറൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അത് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ എന്താണ് ഇഷ്യൂ ഞാൻ അവിടെ പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പരാതി എന്ന ഒരു വാക്ക് ദയവായിട്ട് പ്ലീസ് അത് ഉപയോഗിക്കേണ്ട. എന്റെ ഒരു വിഷമം പരാതിയല്ല. മൈ ഇന്റൻഷൻ ഇസ് നോട്ട് പരാതി. ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ, ഒരു സ്ത്രീ ആയിട്ട് നിങ്ങളോട് ഞാൻ കൈകൂപ്പി ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ഉരിമയില് ഇത് എന്റെ നാടാണല്ലോ. ഇപ്പൊ എന്റെ ഭർത്ത മലയാളി എന്ന് പറഞ്ഞാൽ ഞാൻ ഐ ഓൾസോ ബിലോങ് ടു കേരള. I have that responsibility and I am also known to the Kerala people. I am working in this music fraternity. അതായത് കൊണ്ട് ഞാൻ പറഞ്ഞത് പരാതിയല്ല. ബട്ട് ഐ ഹാവ് മെയിൻ തിങ് ഇസ് ന്യൂസ് ചാനൽ. ഇന്നിക്കും ഞാൻ ചെറുപ്പത്തിൽ ഐ എം എ 1980 born person. We all believe in news channel. This online media is like lot of other issues are happening in online media. അത് നമുക്ക് ഓർമ്മ വയ്ക്കാം. പക്ഷെ ന്യൂസ് ചാനൽസ് പറഞ്ഞാൽ ഒരുപാട് അഭിമാനവും ട്രസ്റ്റും ഉള്ളത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ്, കൽപ്പന സോ എന്ന് വന്നു പോയാൽ പൊട്ടിപ്പോയി സാർ. എല്ലാം ഭയങ്കര ഡാമേജ് ആയി, വിഷമം. ഇപ്പൊ ഹാഡ് ഐ തോട്ട് ഐ ക്യാൻ ഫയൽ എ ഡിഫമേഷൻ കേസ്, ബട്ട് മൈ എയിം ഇസ് നോട്ട് ദാറ്റ്. വാട്ട് വിൽ യു ഗിവ് മീ? അസ്യൂം ഐ എം ഫയലിംഗ് എ ഡിഫമേഷൻ കേസ്. നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തരാൻ പറ്റും? എല്ലാവരോടും നിങ്ങൾ പോയി പറയുവോ? അല്ല, ന്യൂസില് ഏത് ന്യൂസ് ചാനലില് ഈ വിഷയം വന്നതോ? ക്ഷമിക്കണം പ്രേക്ഷകരെ, ഞങ്ങൾ തെറ്റായിട്ട് ഒരു സ്ത്രീനെ പറ്റി, കൽപ്പന എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ പറ്റി ഞങ്ങൾ തെറ്റായിട്ട് ഒരു ന്യൂസ് ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു ഓർ ടെലികാസ്റ്റ് ചെയ്തു. അത് സത്യമല്ല, സത്യസന്ധമായി നടന്ന വിഷയങ്ങൾ ഇതാണ് എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സോറി എനിക്ക് ആവശ്യമല്ല. I have no intention, not even a iota small intention to file defamation on any of the media, because you're all our friends, sir. Let it be any language. We all should work together.
അതിനുവേണ്ടിയാണ് പറഞ്ഞത്. പരാതിയൊന്നുമില്ല. ഡെഫിനറ്റ് ആയിട്ട് ഇത് ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ട്. ന്യൂസിൽ കണ്ടിട്ടാണ് സർ ഓൺലൈൻ മീഡിയ വിൽ ഹാസ് ടേക്കൻ ദ സോഴ്സ് ഫ്രം ദ ന്യൂസ് ചാനൽസ്. ആൻഡ് ഇതിനെക്കാട്ടിലും ഭയങ്കര ഒരു കോമഡി ഞാനൊന്ന് പറയട്ടെ. സം ഓഫ് ദി യൂട്യൂബർ പീപ്പിൾ ഓൺലൈൻ മീഡിയയിൽ സത്യത്തിൽ നടന്നത്, കൽപ്പനയ്ക്കും കൽപ്പനയുടെ ഭർത്താവുക്ക് ഇടയ്ക്കും നടന്നത് ഇതാണ്. എന്താ അറിയാം നിങ്ങൾക്ക്? എന്താ അറിയാം? സത്യത്തിൽ പറയണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ പേരും കൂടെ പല ആൾക്കാർക്ക് അറിഞ്ഞൂടാ. എന്റെ ഭർത്താവ് മലയാളി എന്ന് പല ആൾക്കാർക്ക് അറിഞ്ഞൂടാ. എന്റെ ഭർത്താവുടെ ബിസിനസ് എന്താ, പുള്ളിയുടെ ഓക്യുപ്പേഷൻ എന്താ അറിഞ്ഞൂടാ. പുള്ളി എവിടെയാണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രമാണോ എറണാകുളമാണോ ആലപ്പുഴയാണോ ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഇതൊക്കെ ഡീറ്റെയിൽസ് അറിയാത്തവര് ഒരു വീട്ടില് ഒരു കോർണറില് ഒരു 4 സെവർ இருக்கிற ബെഡ്റൂമില് എനിക്കും എന്റെ ഭർത്താവുക്കും നടക്കുന്ന നല്ലതും നന്മയും തിന്മയും എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അത്ര ഉറപ്പായിട്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് അവർ സംസാരിക്കണം? ഇതിനു വേണ്ടി ഉറപ്പായിട്ട് ഒരു എന്താ പറയാ, ഒരു ചട്ടമോ ഒരു ലോവോ ഉറപ്പായിട്ട് വരണം സർ. ഇതിനുവേണ്ടി മീഡിയ തന്നെ, നിങ്ങൾ തന്നെ അറ്റ്ലീസ്റ്റ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത ഡാമേജസ് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇനി മുമ്പോട്ട് എനിക്ക് സംഭവിച്ചതുപോലെ ഇനി വളരെ അധികമായിട്ട് പ്രശ്നം കൂടുതലായിട്ട് കൊണ്ട് വേറെ ആർക്കും സംഭവിക്കാൻ പാടില്ല. പെർട്ടിക്കുലർലി സ്ത്രീകൾക്ക് സംഭവിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയല്ലേ, സ്ത്രീകൾക്ക് ഒരു കെട്ട പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീനെ ഓരോരുത്തരും നോക്കുന്ന ഒരു രീതിയും അവരെ പറ്റി സംസാരിക്കുന്ന രീതിയും ടോട്ടലി വേറെയാണ്. Disrespectful. If a woman gets divorced in this culture, she is always looked down in this society. തിരിച്ച് ഡിവോഴ്സ് ആയവർക്ക് അവங்களுக்கு என்ன ரெஸ்பெக்ட் இருக்கக்கூடாதா? Shouldn't they marry again and try to live a good life? Shouldn't they struggle to become successful in life? Don't they need a family? Don't they need a love of a man? Don't they need the love of a family, children, relatives, etc., etc.? That's what every woman is struggling. പക്ഷേ ഇന്ന് in the media എന്ന് പറയുന്ന സെയിം വെപ്പൺ, അത് ഇറ്റ് ഇസ് ലൈക്ക് എന്താ പറയാ, കത്തിയോ അതെന്താ പറയാ, വാളോ ഏതെങ്കിലും വാക്കത്തെയോ, അത് തേങ്ങ എന്നാ சொல்லுவாங்க மலையாளத்துல? ചെരുവ. കത്തിയവா தேங்காவாயா? இளநீ சாப்பிடுறது நம்ம என்ன சொல்லுவோம்? ഇളനീ ചീവുന്ന വെട്ടുന്ന കത്തി, സെയിം വാക്കത്തെ യു യൂസ് ഫോർ വെട്ടുന്ന ഒരാൾക്ക് മുടിഞ്ഞു പോച്ചു ലൈഫ്. ദാറ്റ് വാക്കത്തെ ഇഫ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ആൻ ഇളനീ, ഹാവിംഗ് സൂപ്പർ കോക്കനട്ട് വാട്ടർ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇറ്റ് ഇസ് എ ബ്ലെസ്സിംഗ്. ദ സെയിം വാക്കത്തെ ഇഫ് യു ആർ ഗോയിങ് ടു യൂസ് ഇറ്റ് ടു കട്ട് സംബഡീസ് ത്രോട്ട്, ലൈഫ് ഇസ് ഗോൺ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഐ വുഡ് സേ മീഡിയ ഇസ് സച്ച് എ പവർഫുൾ വാക്കത്തെ. നിങ്ങളാണ് ഞങ്ങൾക്ക് സഹായിക്കണം സാർ. യു ഹാവ് ടു ഹെൽപ്പ് വിമൻ ബിൽഡ് എവറിത്തിങ് and come up. എല്ലാവരും ഇങ്ങനെ പേടിച്ച് പോയാൽ നിങ്ങൾക്ക് സത്യം എന്താണ് ഒരുപോലും പറയില്ല. ഇപ്പൊ ഇങ്ങനെ തന്നെ இந்த രീതിയിൽ പോകുന്ന നാളെ എന്റെ ഒരു പൊസിഷനിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും മീഡിയയോട് സംസാരിക്കാൻ എനിക്കൊന്നുമില്ല, ഏതെങ്കിലും ചെയ്തോട്ടെ എന്ന് പോകും. അല്ലെങ്കിൽ അയ്യോ இப்படி பண்ணிட்டாங்களேன்னு they will commit suicide. 4 பேருக்கு முன்னாடி மானம் போயிடுச்சே, என்னை பத்தி என் குடும்பத்தை பத்தியும் தப்பா பேசிட்டாங்களேன்னு விஷமம் கொண்டு அவரு ஆத்மஹத்யா செய்யும். So that's all I wanted to say. It is a request, sir. 24 news and Malayalam online. On 4th night vandittund. You have any more questions, sir? Ladies, beloved sir. എനിക്ക് സർ ഐ എം ഡീലിംഗ് വിത്ത് 3 ലാംഗ്വേജസ്. എൻ്റെ ഒരു വിഷമം ആലോചിക്കണം. ഒരു 2-3 വീഡിയോ കണ്ടാലേ അവരവർ സംസാരിക്കുന്ന എത്ര ഭയങ്കര വിഷമം. ഈ ഏതേത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് തെലുഗുലയും തമിഴിലെയും ഓൾമോസ്റ്റ് 25 to 30 യൂട്യൂബ് ലിങ്ക്സ് കളക്ട് ചെയ്താണ് കമ്മീഷണർ ഇടത്തിൽ നമ്മൾ നേരെയുള്ള ശാരദ മാഡം ആൻഡ് കുമരി മാഡം 2 പേരുടെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഞാൻ മലയാളത്തിൽ വീണ്ടും തപ്പി നോക്കണമെങ്കിൽ എനിക്ക് ഇതേ ഭയങ്കര ടയർഡാ ഇருக்கு. ഇഫ് ഐ ഹാവ് ടു കം ഔട്ട് ഓഫ് ദിസ്, ഇറ്റ് ഈസ് എ മെന്റൽ സ്ട്രഗിൾ സർ. ഐ വാസ് ഹാപ്പിലി ലിവിംഗ് വിത്ത് മൈ ഫാമിലി. ഇത് ഭയങ്കര പാടാണ്, ഭയങ്കര വിഷമമാണ്. There are a lot of videos going and
asked my friends, colleagues to help me. അവരൊക്കെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ പോലെ തെറ്റായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. So those video links and all, I don't know, there might be 50 videos, but I could have been able to see only 30 videos. പറ്റിയവരെ അത് മാത്രം. സർ, നാളെ നിങ്ങളെല്ലാവർക്കും അറിയാം, ഒരു നല്ല ഗായികയായിട്ട് ടാലന്റിന് വേണ്ടിയാണ് ഐഡിയ സ്റ്റാർ സിംഗർ പോലെ ഒരു അഭിമാനം ഉള്ള ഒരു ഷോയിൽ എനിക്ക് വിജയിക്കാൻ പറ്റി. നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു. റൈറ്റ്? യു ഓൾ മേഡ് മീ വിൻ ഇൻ ദാറ്റ് ഷോ. When the future generation or when my children or anybody, when they are going to search for singer Kalpana videos എന്ന് പറഞ്ഞാൽ ആദ്യം ഇതാണ് വരും. What will the next generation think about me, or what will these people have value about? Celebrity എന്ന് പറഞ്ഞാൽ they will not have value for family. They will have lot of issues. Family life மேலேயே வந்து இப்போ உள்ள ஜெனரேஷன் பிள்ளைருக்கு வெறுப்பு தோணிடும். We are not even அவங்கள ஒரு ப்ராப்பரான கல்ச்சர்ல கூட we are not directing them. It is a danger for the next generation, sir. It is a danger for next generation, because the mind is operating in a very, very, very pessimistic manner, in a very negative manner. മീഡിയ നല്ല വിഷയങ്ങൾ കൊടുത്താലാണ് മാത്രം കുറച്ച് അറ്റ്ലീസ്റ്റ് പബ്ലിക്കിന്റെ മനസ്സിലുള്ള ആ നെഗറ്റിവിറ്റീനെ കുറച്ച് അറ്റ്ലീസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പീക്കിലേക്ക് പോവും. The next step will go to perversion and violent acts. That's all I can say. And I don't want that to happen, and I will try my genuine level to fight for this in a very genuine way. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരും എൻ്റെ എതിരിയല്ല. You're all my friends, my brothers and sisters, and I'm not an alien to Kerala. Now I'm also a citizen of Kerala. So I have this responsibility as a woman also to take proper actions in all the 3 states. Because these 3 languages I am working. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളെല്ലാവരുടെ ഒരു സഹായം, നിങ്ങളുടെ ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉറപ്പായിട്ട് ഞങ്ങളെ പോലെ ഉള്ള ആൾക്കാർക്ക്, ജെന്യൂനായിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഉണ്ടാവണം. ഇതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്, സർ. Any more questions, or if no, we can wind up, sir. Thank you so much, sir. Thank you.